പിടിച്ച് കയറാം. കാരണം താഴോട്ട് കുഴിയായതുകൊണ്ടേ ഭയങ്കര കാറ്റും കൂടിയാണ് കേട്ടോ. നല്ല കാറ്റെന്ന് പറയാൻ നല്ല കാറ്റ് പണിയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നമുക്ക് ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ട്. താഴെ തേനി ഭാഗങ്ങളുടെ തോട്ടങ്ങളുടെ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഏറ്റവും വലിയൊരു അപകടവും ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ചതുരംഗപ്പാറ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവഴി ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കണ്ട. ഈ ഒരു യാത്രയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുന്നു, എവിടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ മാക്സിമം സൂക്ഷിച്ച് ഹാപ്പി ആയിട്ട് വേണം ഏത് യാത്രയും വൈൻഡപ്പ് ചെയ്യാനാണെങ്കിലും തുടങ്ങാനാണെങ്കിലും. ഓക്കെ, അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം. അങ്ങനെ ഓൾ കേരള ട്രിപ്പിൻ്റെ 24ാമത്തെ ദിവസം യാത്ര തുടങ്ങി. ഇന്ന് എത്തി നിൽക്കുന്നത് അടിപൊളി ഒരു വ്യൂ പോയിന്റാണ്. അവിടെ കറങ്ങണ കാണാനില്ല. ഓക്കെ, ദേ കറങ്ങുന്നു കണ്ടോ. അടിപൊളി ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ചതുരംഗപ്പാറയിലാണ് കേട്ടോ. നമ്മുടെ തേനിയിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചതുരംഗപ്പാറയിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 24 ദിവസമായി. ഇന്നലെയും എനിക്കൊന്നും നേരെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. നല്ല തണുപ്പായിരുന്നു മൂന്നാർ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. പിന്നെ ഇന്ന് മൂന്നാറിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇനി കുമളിയിലോട്ട് പോകണം. അപ്പോൾ ഇനി ചതുരംഗപ്പാറയിൽ വീഡിയോ എടുത്തിട്ട് കുമളിയിലേക്ക് പോകണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പത്തേക്കും വേറെ ഏതോ ഒരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തൂടെ നമ്മൾ പോകുന്ന വീഡിയോ നമ്മൾ പിന്നെ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ല കേട്ടോ, കാരണം സമയം കിട്ടത്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നല്ല സമയമാവും. അപ്പോൾ ഓൾ കേരള ട്രിപ്പിൻ്റെ 24ാമത്തെ ദിവസം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ശരി, അടുത്ത യാത്രയിൽ കാണാം. ബ്രോ, അപ്പം ശരി, കാണാം. സീ യു. അങ്ങനെ മൂന്നാറിനോട് യാത്ര പറഞ്ഞ് നമ്മളിതാ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് നേരെ നമ്മൾ ശാന്തംപാറയ്ക്കാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ശാന്തംപാറ, ചതുരംഗപ്പാറ ഈ ഒരു സൈഡിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. പോയിട്ട് എങ്ങോട്ട് പോകണം ഒരു പ്ലാനും ഇല്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ വരുത്താമല്ലോ. ഓക്കെ, അപ്പോൾ 2 കട്ട പെട്രോളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പെട്രോൾ അടിക്കാമെന്നാണ് പ്ലാന്. ആദ്യം ഒന്ന് ചായ കുടിക്കണം. അങ്ങനെ മൂന്നാർ വന്നിട്ട് ഒന്നും വാങ്ങാതെ കേട്ടോ എൻ്റെ ഈ ഒരു യാത്ര ഞാൻ തിരിക്കുന്നത്. കാരണം ലഗേജ് വയ്ക്കാനൊന്നും സ്ഥലമില്ല. അത് മറ്റൊരു സത്യമാണ്. രാവിലെ നമ്മുടെ മൂന്നാർ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. എന്തായാലും അപ്പുറത്തെ സൈഡിൽ പോയി ഫുഡ് കഴിക്കണം, വണ്ടിയിലൊന്ന് പെട്രോൾ അടിക്കണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. പെട്രോൾ മേടിച്ചിട്ട് വേണം അങ്ങോട്ട്. ഫൈനലി നമ്മുടെ കാപ്പുകൂടി കഴിഞ്ഞു. രാവിലെ 62 രൂപ. എൻ്റെ അമ്മ 2 പൂരിയും ഒരു ചായയും കഴിച്ചപ്പോഴാണ് കേട്ടോ ഈ 62 രൂപയായത്. അങ്ങനെ മൊത്തത്തിൽ രാവിലെ തന്നെ 62 രൂപ ഉറപ്പായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ യാത്രയിലിറങ്ങുകയാണ്. ദാറ്റ്സ് ഓൾ കേരള ട്രിപ്പിൻ്റെ 24ാമത്തെ ദിവസം. അങ്ങനെ മൂന്നാറിനോട് നമ്മൾ യാത്ര പറയുകയാണ് ഗൈസ്, യാത്ര പറയുക. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകൾ ഒരുപാട് കണ്ടതാണ്. മിനിഞ്ഞാന്ന് ഡബിൾ ഡക്കർ ബസ്സിൽ നമ്മൾ കണ്ടതാണ്. അതിന് മുന്നേയുള്ള യാത്രയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഗ്യാപ്പ് റോഡിനെ കുറിച്ച് ഇപ്പോൾ സഞ്ചാരികൾക്ക് എടുത്ത് കാണിച്ചു തരേണ്ടതോ എടുത്ത് പറഞ്ഞു തരേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യവും ഇപ്പോഴുള്ള വീഡിയോയ്ക്കില്ല. സോ അങ്ങോട്ട് പോകാം. അത്യാവശ്യം നല്ല ഏതെങ്കിലും വ്യൂ പോയിന്റ് കാണുവാണെങ്കിൽ നിർത്താം. എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. അല്ലാതെ ഈ റോഡിലെ കാഴ്ചകളൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ലോഹാർ വ്യൂ പോയിൻ്റൊക്കെ കടന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത യാത്രയാണ്. ചതുരംഗപ്പാറ പോകണം. അവിടെ ബൈക്കിൽ അവർ കയറ്റി വിടുമെങ്കിൽ ചതുരംഗപ്പാറ ടോപ്പിലൊന്ന് പോകണം. ബൈക്കിൽ കയറ്റി വിടില്ല, ജീപ്പിൽ മാത്രമാണെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എങ്ങനെ പോകണോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ സൂര്യനെല്ലി, കൊളുക്കുമല ഇതെല്ലാം പോകുന്നത്. നമുക്ക് നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഏകദേശം 4-5 കിലോമീറ്ററായി ഞാൻ വണ്ടി ഓഫ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഈ ഗ്യാപ്പ് റോഡിൽ നിന്ന് സൂര്യനെല്ലിയിൽ നിന്ന് താഴേക്ക് കിടക്കുന്ന റോഡ് ഫുള്ള് ഞാൻ വണ്ടി ഓഫ് ചെയ്തായിരുന്നു. ഇപ്പോൾ പെരിയ കനാൽ എത്തിയായിരുന്നു. ഇനി ഇതുപോലെ ഓഫ് ചെയ്ത് നമ്മളിങ്ങനെ പോകും, കാരണം പെട്രോൾ ലാഭിക്കണമല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ ആനേറങ്കൽ ഡാം വ്യൂ പോയിൻ്റ് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡബിൾ ഡക്കർ ബസ്സിൽ വന്നിട്ട് ആനേറങ്കൽ ഡാം വരെയാണ് കേട്ടോ വന്നത്. പക്ഷേ ഈ റൂട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാനിന്ന് പോകുന്ന സ്ഥലമെല്ലാം പോയിട്ടുള്ള സ്ഥലം തന്നെയാണ്. പൂപ്പാറ എന്ന ഒരു കുഞ്ഞു ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്.
ചേട്ടാ ഈ ചതുരംഗപ്പാറ നേരെ ഈ ലെഫ്റ്റല്ല. അപ്പോൾ 3 കിലോമീറ്റർ 60-57. ഓക്കെ 60 ആകുമ്പോഴേ എത്തും. ഞാനിപ്പോൾ തേക്കടിയിലേക്കുള്ള റൂട്ടിലൂടെയാണ് കേട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് 67 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തേക്കടിക്ക്. അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ അത്യാവശ്യം കിലോമീറ്റർ ഓടിയെന്ന് തോന്നുന്നുണ്ട്. കണക്കിൽ ഒരു 40-50 കിലോമീറ്റർ നമ്മൾ ഓടിയും. ഇനി 68 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയൊരു ഡിസ്റ്റൻസ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പാഞ്ചാലിമേടൊന്ന് പോയാൽ കൊള്ളാമെന്നൊരു പ്ലാനുണ്ട്. അടുത്ത് നമ്മുടെ ചതുരംഗപ്പാറ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ കമ്പത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ബാക്കി 2 വീഡിയോ പിന്നെയാണ്. കാരണം എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ. ഇത്രയും വണ്ടി ഓടി ബോഡി ഫുള്ള് നല്ല വീക്കാണ്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണ് നമ്മുടെ ചതുരംഗപ്പാറ പോകുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ് ചതുരംഗപ്പാറയ്ക്കുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ചതുരംഗപ്പാറയുടെ അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ ജീപ്പിൽ പോകാൻ പറ്റുമോ ബൈക്കിൽ പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. അതാണ് അടുത്തൊരു കാര്യം. കാരണം ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. കുറച്ച് ഓഫ് റോഡുണ്ട്. ഇത്തിരി പതുക്കെ അവർ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി പതുക്കെ നമുക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ജീപ്പിന് അന്ന് 2000 രൂപയായിരുന്നു. ഒരാൾക്കാണെങ്കിൽ അന്ന് അല്ല 1000 രൂപ എന്തോ 1000-500 എന്തോ ആണ്. നമ്മളൊക്കെ ഇതിന് അത്രയും വലിയ ബഡ്ജറ്റ് കൊടുത്തിട്ട് പോകില്ല. ഒന്നാമതിന് സ്റ്റേജ് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആവുന്നു. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ചോദിച്ചു നോക്കാം. പോവും. ഓക്കെ. അപ്പോൾ നമുക്ക് ബൈക്കിൽ നേരെ പോവാം. ചതുരംഗപ്പാറയുടെ ടോപ്പ് എൻഡ് വരെ നമുക്ക് ബൈക്കിൽ പോവാം. അപ്പോൾ അതൊരു സന്തോഷകരമായൊരു കാര്യമാണ്. ഇച്ചിരി ഓഫ് റോഡ് ആണെങ്കിലും നമുക്ക് ഇച്ചിരി പതുക്കെ പോവാം. കാരണം വലിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആവത്തില്ല ഈ ഒരു യാത്രയ്ക്ക്. ഇവിടെ അത്രയും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിന്ന് അല്പം മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. അത് മറ്റൊരു സത്യമാണ് കേട്ടോ. പിന്നെ എൻ്റെ വണ്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ആക്സിലേറ്റർ ഇത്രയും റണ്ണിങ് ആയിക്കൊണ്ട് നിൽക്കും. ഈ ഒരു സ്പീഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും വണ്ടി. അതൊരു ചെറിയൊരു പ്രശ്നമാണ്. അതിന് ഇവിടെ നിന്ന് പോയിട്ട് ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കണം. എന്തായാലും നമുക്ക് പോവാം. നമ്മൾ പോവും. പിന്നെ നമ്മൾ പോവാതെ പിന്നെ വേറെ ആര് പോവാൻ? ഇവിടെ 4x400 ജീപ്പാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സഫാരി നടത്തുന്നത്. അതിനാണെങ്കിൽ അത്യാവശ്യം ഒരു 500. അന്ന് നമ്മൾ KSRTC നമ്മൾ ഇപ്പോഴും ഒരാൾക്ക് 150 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 പേരുണ്ടെങ്കിൽ 1500 രൂപ ആണ് അവർക്ക് വീഴുന്നത്. ഇതുവരെ നല്ല റോഡായിരുന്നേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് മെറ്റിലൊക്കെ ഇട്ടിരിക്കുന്നത്. അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇനി അത് തന്നെ അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ എല്ലാം പൊളിഞ്ഞ് തവിട് പൊടിയായി കിടക്കുമായിരുന്നു. വഴിയൊന്നും നമുക്ക് ബൈക്ക് പോയിട്ട് നടന്നു പോലും നേരെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അടിപൊളി. ഇതാ തുടങ്ങി ജീപ്പ് പോയിരിക്കുന്ന വഴി. ഇതുവഴി തിരിച്ചിറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ 8ൻ്റെ പണി 16ഉം 26ആയിട്ടായി കിട്ടും കേട്ടോ. ആ ഒരു പ്രശ്നമുണ്ട്. അത് തിരിച്ചിറങ്ങുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണോ കയറി പോവാം എന്നതാണ് നിഗമനം. പിന്നെ ആരുമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ചന്തിയും തല്ലി വീണ് കിടന്നാൽ നമ്മൾ തന്നെ കാണുള്ളൂ. വേറെ ആരും ഉണ്ടാവില്ല. കുഴപ്പമില്ല. കുറച്ച് ഒരു ഓഫ് റോഡുണ്ട്. നമുക്കിതൊക്കെ എന്ത്. ഞാൻ എൻ്റെ ഡിസ്കവർ ബൈക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഫ് റോഡ് മൊത്തം അടിച്ചങ്ങ് കയറ്റുമായിരുന്നു എന്നൊക്കെ പറയും. പാവം വണ്ടി കത്തി പോകുമായിരുന്നു. എന്നാലും നമുക്കൊരു വിശ്വാസം വേണമല്ലോ. നമ്മളിലും നമ്മുടെ കയ്യിലുള്ള വണ്ടിയിലും എല്ലാത്തിലും നമുക്കൊരു വിശ്വാസം വേണം. മുകളിലെത്തിയാണ്. അടിപൊളി മുകളിലത്തെ അടിപൊളി വ്യൂ പോയിന്റ് എന്ന് പറയും. യെസ്, നമ്മൾ ഏകദേശം മുകളിലെത്തി ഗൈസ്. ഫൈനലി നമ്മൾ നമ്മുടെ പരുന്തുംപാറയല്ലല്ലോ, അയ്യോ ചതുരംഗപ്പാറ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മേ, ഫൈനലി നമ്മൾ ഓഫ് റോഡ് കയറി നമ്മുടെ ചതുരംഗപ്പാറയുടെ ടോപ്പ് എൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചെറുക്കൻ തേരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ മൂന്നാർ വെക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് കുമളിയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേനിയുടെയും കമ്പത്തിൻ്റെയൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട,
അവിടെ താഴെ എവിടെയെങ്കിലും മലയിൽ നിന്ന് വാരിയെടുക്കാം. ആ ഒരു ലെവലിലാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്ന സഞ്ചാരികളാരും ഈ താഴേക്ക് ഇറങ്ങാതിരിക്കുക. അവിടെ മുകളിലോട്ട് കയറുന്ന വഴിയും ഇച്ചിരി പാടുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച മനോഹരമാണ്. പിന്നെ എപ്പോഴും ഇവിടെ നല്ല കാറ്റുണ്ടാവും. അതുകൊണ്ട് വിൻമില്ലെല്ലാം ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ ഇവിടെ ഈ 2 എണ്ണേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നെല്ലാം പൊളിച്ച് മാറ്റിയില്ല, താഴെ വിട്ടാണ്, സോറി. ഓക്കെ, ഇവിടെ അടിപൊളി പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, താഴെയായിരുന്നു കേട്ടോ വിൻമില്ല്. ഞാൻ ഇപ്പോൾ ഈ ഓഫ് റോഡ് കയറി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മളെപ്പോലെ ഏതൊക്കെ സഞ്ചാരികളോട് വന്നിട്ടുണ്ട്. KL05, അത് എവിടത്തെയാണെന്നൊന്നും ഒരു പിടിയില്ല. നമ്മൾ KL19, അയ്യോ നമ്പർ പ്ലേറ്റിൻ്റെ സ്റ്റിക്കർ ഇളകിപ്പോയി കേട്ടോ. അപ്പോൾ അതിന് വീട്ടിൽ പോയിട്ട് സെറ്റാക്കണം. വണ്ടിയാണെങ്കിൽ മൊത്തം ചെളിയായിരിക്കുക. മൊത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് സീനായി. ഇനി ഇതിനെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കിയാലേ അടുത്ത യാത്രയ്ക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. സഞ്ചാരികൾ നമുക്ക് യാത്രയപ്പൊക്കെ തന്ന് അവരുടെ യാത്ര തുടങ്ങി, ഞാൻ എൻ്റെ യാത്ര തുടങ്ങട്ടെ. നമുക്കിനി ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ഹരിഹർ ഫോർട്ട് നമ്മൾ പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ വിൻമില്ലിൻ്റെ ഓയിൽ സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരിഹർ ഫോർട്ടിലൊക്കെ പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഈ ഒരു റൂട്ട് കയറുമ്പോൾ കിട്ടുന്നത്. കാരണം കാല് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശക്തമായൊരു കാറ്റടിച്ച് കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും. അതാണ് ഈ ചതുരംഗപ്പാറയിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ റോഡ് ഇച്ചിരി ഒരു മോശമാണ്, പിടിച്ച് കയറാൻ. കാരണം താഴോട്ട് കുഴിയായതുകൊണ്ടേ ഭയങ്കര കാറ്റും കൂടിയുണ്ട്. നല്ല കാറ്റെന്ന് പറയാൻ നല്ല കാറ്റ് പടിയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പോയി. നമുക്ക് ഇനി കാറ്റിനകത്തൂടെ കുറച്ച് നേരം നടക്കാം. പിന്നെ വെയിലില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അയ്യോ വെയിൽ പൊളിയുന്നു. ഈ കാറ്റിനകത്തൂടെയുള്ള യാത്രയും ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ. ഇവിടെയെല്ലാം നമുക്ക് ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ട്. താഴെ തേനി ഭാഗങ്ങളുടെ തോട്ടങ്ങളുടെ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ആ ചുരം ഇറങ്ങിയാണ്, അതുവഴിയാണ് ഇവിടെ ഈ ഒരു ഭാഗത്താണ് തേനി വരുന്നത്. കാരണം നേരത്തെ ജീപ്പിൽ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള അറിവുകളാണ്. ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചയെല്ലാം വളരെ മനോഹരമാണ്. പക്ഷേ ഏറ്റവും വലിയൊരു അപകടവും ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ചതുരംഗപ്പാറ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവഴി ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ടൊന്നും ഇറങ്ങുന്നില്ല, കാരണം കാലും കൂടെ വയ്യ, അതിൽ കൂടെ വെയിലും കൂടെയാണ്. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരുമില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം നമ്മളത്തെ താഴോട്ട് എവിടെയെങ്കിലും തല്ലി വീണ് കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം, അവരുണ്ടല്ലോ എന്ന് അവരെങ്കിലും അറിയും എന്നൊരു സന്തോഷം. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങ് മുകളിലായിട്ട് നമുക്ക് ജീപ്പ് സഫാരിയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഇവിടുത്തെ ജീപ്പ് റൈഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമ്മളെ കൊണ്ടുപോകും കേട്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ. അതിനൊക്കെ എക്സ്ട്രാ ബഡ്ജറ്റ് ആവും എന്തായാലും. അപ്പോൾ അടിപൊളി കാഴ്ചകൾ. അബദ്ധം പറ്റി തിരിച്ച് ഇതുവഴി ഇറങ്ങാം, അങ്ങ് പോകണില്ല, അവിടെ ഭയങ്കര ഡേഞ്ചറാണ്. അയ്യോ കാലുവയ്യ, കടവുളെ ചാടാൻ വയ്യ. അയ്യോ താ പോണു വെയില്ല, കത്ത് നിൽക്കുകയാണ്. ഓക്കെ, ഫൈനലി നമ്മൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് സഫാരി വരുമ്പോൾ ബൈക്ക് സഫാരി ഇവിടെയാണ് കേട്ടോ നിർത്തുന്നത്. ഇവിടെ നിർത്തി തരും. നമുക്കിവിടെ നിന്ന് സ്ഥലമൊക്കെ കണ്ടൊരു ഒരു മണിക്കൂർ വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കൂടെ വേറെ ആരുമില്ല, അതുകൊണ്ട് അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം വന്നു, കാഴ്ച ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഈ മുകളിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻറ്റും ഈ വിൻമില്ലിൻ്റെ കാഴ്ചകൾ ഇത് തന്നെയാണ് നമ്മുടെ ചതുരംഗപ്പാറയിലെ മെയിനായിട്ടുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഇവിടെ ഒരു ജീപ്പിൽ സഞ്ചാരികൾ വന്നിരിക്കുകയാണ്. ഒരു ജീപ്പ് എടുത്തിട്ടാണ് കേട്ടോ. ഒരു ജീപ്പല്ല, ബാക്കിൽ നിന്ന് അടുത്ത ജീപ്പുണ്ട്. അങ്ങനെ 2 ജീപ്പ്. എനിക്ക് തോന്നുന്നു കോളേജ് പിള്ളേരാവണം, അല്ലെങ്കിൽ ഒരേ ബാച്ചിലുള്ള കുറച്ച് പയ്യന്മാർ. അങ്ങനെ 2 ടീംസ് 2 ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 4x4 ജീപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ ചതുരംഗപ്പാറയിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്നും കൊണ്ട് വിൻമില്ലിൻ്റെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ പ്രത്യേകിച്ചും ഈ തിരിച്ച് ഓഫ് റോഡ് ഇറങ്ങുന്ന വീഡിയോ എടുത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുന്നു, എവിടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ മാക്സിമം സൂക്ഷിച്ച്
ഹാപ്പി ആയിട്ട് വേണം ഏത് യാത്രയും വൈൻഡപ്പ് ചെയ്യാനാണെങ്കിലും തുടങ്ങാനാണെങ്കിലും. ഓക്കെ, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഓഫ് റോഡ് കണ്ടല്ലോ, ഇച്ചിരി ഡേഞ്ചറാണ്, എൻ്റെ വണ്ടിക്ക് അപേക്ഷിച്ച് ഡേഞ്ചറാണ്. കാരണം ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കൂടി നിൽപ്പുണ്ട്. ഫസ്റ്റ് ഇട്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇട്ട് ഇറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഒരു ഇറക്കം നമുക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോവായിരുന്നു. അടുത്തൊരു കാര്യം, ബാക്കിൽ ലഗേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരുവിധം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒരു കാരണവശാലും ഇതുപോലത്തെ യാത്രകൾക്ക് മുതിരരുത്. അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇടത് കയ്യിലാണെങ്കിൽ ഹെൽമെറ്റ് ഉണ്ട്, ബാക്കിലാണെങ്കിൽ വലിയൊരു ബാഗ് ഇരിപ്പുണ്ട്, ചെസ്റ്റിലാണെങ്കിൽ ക്യാമറ ഇരിപ്പുണ്ട്, പോക്കറ്റിലാണെങ്കിൽ ഫോണുണ്ട്. ഞാൻ ടീഷർട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫോണും ജീൻസും പോക്കറ്റിൽ ഇട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളിൽ വരും. സോ ഇതെല്ലാം ഒന്നുകിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുമായിരിക്കണം, നമുക്കിത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കണം. അല്ല എങ്കിൽ ഇങ്ങനെയുള്ള യാത്രകൾക്കൊന്നും ഒരിക്കലും ഇറങ്ങരുത്. ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചതുരംഗപ്പാറയിൽ കുറച്ച് കാഴ്ചകൾ കണ്ടു. നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്. ഈ ഒരു വീഡിയോ നമ്മളിനി വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് പാഞ്ചാലിമേട് പോകണം, കമ്പം മുന്തിരിത്തോട്ടത്ത് പോകണം. ഇതാണ് ഇന്നത്തെ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ see you soon.